കുരിശിന്റെ ശക്തിയിലേക്ക് കൊടുക്കാൻ. കർത്താവിന്റെ കുരിശിന്റെ ശക്തി, കർത്താവിന്റെ കുരിശിന്റെ ശക്തി, കർത്താവിന്റെ കുരിശിന്റെ ശക്തി നമ്മുടെ ജീവിതത്തെ അഭിഷേകമാക്കി മാറ്റാൻ പോകുന്നു. കർത്താവിന്റെ തിരുക്കുരിശിൽ ഒഴുകുന്ന കൃപ, അവന്റെ തിരുമുറിവിൽ ഒഴുകുന്ന അഭിഷേകം നമ്മുടെ ജീവിതങ്ങളെ വിശദീകരിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുമ്പോൾ എല്ലാ ബന്ധനം അഴിഞ്ഞു പോകുള്ളൂ, എല്ലാ കെട്ടും അഴിഞ്ഞു പോകുള്ളൂ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുവെക്കുള്ളൂ. നമ്മുടെ ദേശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവെ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണം. കർത്താവ് ഇനി ആരെ ഈ അഭിഷേക കൺവെൻഷനിലേക്ക് വന്നിരിക്കുന്ന കൃപാഭിഷേക ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിരിക്കുന്ന മുഴുവൻ മക്കൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സന്തോഷത്തോടെ സമർപ്പിക്കുന്ന കർത്താവെ, സന്തോഷം സമർപ്പിക്കുന്ന കർത്താവെ. ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഈ മക്കളെ മുഴുവനോട് കർത്താവെ എന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന അനേക സ്ഥലങ്ങളിൽ, മറ്റു സ്ഥലങ്ങളിൽ, ദേശങ്ങളിൽ കർത്താവ് ഇവിടേക്ക് വന്നിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും കർത്താവ് എന്റെ പരിശുദ്ധമായ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന കർത്താവ്. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലുമുണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവ് എന്റെ പരിശുദ്ധമായ കൈകളിൽ സമർപ്പിക്കുന്ന കർത്താവ്. ഏറ്റെടുക്കണം കർത്താവ്, ഏറ്റെടുക്കണം കർത്താവ്. ഈ ആലയത്തിന്റെ എല്ലാ മേഖലയും സമർപ്പിക്കുന്നു. ഈ ആലയത്തിന്റെ പരിസരം മുഴുവൻ സമർപ്പിക്കുന്നു. ഈ മക്കൾ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ വാഹനങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടേക്ക് അനേക മക്കളെ കൂട്ടിക്കൊണ്ട് വന്ന മക്കളെ സമർപ്പിക്കുന്നു. നൂറുകണക്കിന് മക്കളെ കർത്താവ് സമർപ്പിക്കുന്നു. ശ്വസിക്കുന്ന വായുകൾ സമർപ്പിക്കുന്നു, അന്തരീക്ഷം സമർപ്പിക്കുന്നു, കാലാവസ്ഥ സമർപ്പിക്കുന്നു, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ബന്ധനങ്ങൾ സമർപ്പിക്കുന്നു, അസ്വസ്ഥതകൾ സമർപ്പിക്കുന്നു. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ രോഗികൾ, കഫവാത രോഗികളെ സമർപ്പിക്കുന്നു, ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, മാനസിക രോഗികളെ സമർപ്പിക്കുന്നു, ട്യൂമർ രോഗികളെ സമർപ്പിക്കുന്നു, മാരക രോഗികൾ കർത്താവ് നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു. പക്ഷെ പാപത്തിനടിമപ്പെട്ട മക്കളെ പ്രത്യേകം തരുന്നു. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ ഇവയ്ക്ക് അടിമപ്പെട്ട് ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ കർത്താവ് പ്രത്യേകം എന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. ഓരോരുത്തരും പേര് പേരായിട്ട് കർത്താവ് സമർപ്പിക്കുന്നുണ്ടാവും. ഏറ്റെടുക്കണമേ. സ്വയം ഭോഗം, സ്വർഗരതികളും, ചെടിക പാപങ്ങളും, പൈശാചിക പാപങ്ങളും കഴിയുന്ന മുഴുവൻ മക്കളെ, കുടുംബങ്ങളെ കർത്താവ് എന്റെ കരകളിൽ സമർപ്പിച്ചു. ഈ മക്കളുടെ വീടുകൾ സമർപ്പിക്കുന്നു, വീടിന്റെ ഓരോ മുറികളും സമർപ്പിക്കുന്നു, 4 വർഷങ്ങൾ സമർപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളുടെ വഴിയിലൂടെ പോകുന്ന എല്ലാ മക്കളെയും കർത്താവ് എന്റെ കൈകളിലേക്ക് തിരഞ്ഞ കർത്താവ്. ഈ മക്കളുടെ മേലെ എന്തെങ്കിലും പൈശാചിക ശക്തികൾ സ്വാധീനമുണ്ടെങ്കിൽ കർത്താവെ മേഖല പ്രത്യേകം സമർപ്പിച്ചു. ഇവിടെ ആത്മീയ വളർച്ച, ഭൗതിക വളർച്ച, കുടുംബത്തിന്റെ വളർച്ച, തകർച്ചയ്ക്ക് വേണ്ടി ഏതെങ്കിലും തിന്മ ശക്തികൾ രഹസ്യമായോ പരസ്യമായോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് സമർപ്പിക്കുന്നു. തകർന്നു പോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, തകർന്നു പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു, രഹസ്യ വേദനകൾ കഴിഞ്ഞ മക്കളെ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ ഈ ശുശ്രൂഷ പങ്കുചേരുന്ന 10,000-കണക്കിന് മക്കൾ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന 10,000-കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവെ എന്റെ കരങ്ങളിലേക്ക് കർത്താവ് സമർപ്പിക്കാൻ. ഏറ്റെടുക്കണം കർത്താവ്, ഏറ്റെടുക്കണം കർത്താവ്. മുഴുവൻ മക്കളും ഏറ്റെടുക്കണം കർത്താവ്, മുഴുവൻ കുടുംബങ്ങളെ ഏറ്റെടുക്കണം, മുഴുവൻ ജീവിതങ്ങളെ ഏറ്റെടുക്കണം കർത്താവ്. യുവാക്കളെ, യുവതികളെ സമർപ്പിക്കുന്നു, യുവാക്കളെ, യുവതികളെ സമർപ്പിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുമക്കളെ കർത്താവ് സമർപ്പിക്കുന്നു, ആത്മഹത്യ കഴിഞ്ഞ് സമർപ്പിക്കുന്നു, കിടപ്പ് രോഗികളെ സമർപ്പിക്കുന്നു, ഭവനങ്ങൾ കിടപ്പുരോഗികളായിട്ട് കഴിയുന്ന മക്കളെ കർത്താവ് പുതിയ സമർപ്പിക്കുന്നു, ഹോസ്പിറ്റലിൽ കഴിയുന്ന മുഴുവൻ രോഗികളെ കർത്താവ് സമർപ്പിക്കുന്നു, മാരക രോഗികള്, മാറാരോഗികള്, ഡോക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളുമായിട്ട് കഴിയുന്ന രോഗികള്, സ്വയം മെന്റൽ ഡിസീസ് ഉള്ള മക്കള്, പാരമ്പര്യ രോഗമുള്ള മക്കള്, ഫിസിക്സ് രോഗികള്, സംസാരശേഷി ഇല്ലാത്ത മക്കള്, കേൾവിശേഷി ഇല്ലാത്ത മക്കള്, കണ്ണിന് കാഴ്ചകളുള്ള മക്കള്, എന്തെങ്കിലും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവ്. കർത്താവ് ഇന്നത്തെ ദിവസം അങ്ങേ ദിവസമാക്കി മാറ്റുന്നത് കർത്താവെ ഏറ്റെടുക്കണം കർത്താവ്, കർത്താവ് ഏറ്റെടുക്കണം കർത്താവ്. കർത്താവിനെ ഞങ്ങളെല്ലാം വന്നിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് ഞങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ ആസ്വദിപ്പിക്കാം എന്ന് അറിയിച്ചത് കർത്താവ്. ഞങ്ങളെല്ലാം അങ്ങയുടെ സന്നിധി വന്നിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ കർത്താവ്, അതാണ് ഞങ്ങളുടെ ദൈവം. നല്ല കർത്താവ്, ഉപവർഷിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കരുണ വർഷിച്ച് ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവ്. ബന്ധത്തെ കഴിഞ്ഞ കുടുംബങ്ങൾക്ക്, ബന്ധത്തെ കഴിഞ്ഞ വ്യക്തികൾക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുക്കുന്ന കർത്താവ്. പൂർണ്ണ സ്വാതന്ത്ര്യം, കടബാധ്യത, കുടുംബ പ്രശ്നങ്ങള്, ജോലി പ്രശ്നങ്ങള്, വിവാഹ പ്രശ്നങ്ങള്, പൈശാചിക ബന്ധനങ്ങളുള്ള മക്കളെ ഏറ്റെടുക്കണമേ. ദേശത്തെ കൂടെ സമർപ്പിക്കുന്നു. ഈ ആലയത്തിന് പരിസരത്തുള്ള എല്ലാ ഭവനങ്ങളും, കുടുംബങ്ങളും ദേശം സമർപ്പിക്കുന്നു. കൃഷിയിടങ്ങളും ബുദ്ധിമുട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മക്കള്, ഒരുപാട് മാനസിക പ്രശ്നം അനുഭവിക്കുന്ന മക്കള്, കഷ്ടപ്പാട് ക്ലേശങ്ങളും ദുരിതങ്ങളായിട്ട് പോകുന്ന ഈ ദേശത്തുള്ള മുഴുവൻ മക്കളെ, അണക്കൽ പ്രദേശത്തുള്ള മുഴുവൻ മക്കളെ, കുടുംബങ്ങളെ കർത്താവ് എന്റെ കരങ്ങളെ കർത്താവ് സമർപ്പിക്കുന്ന കർത്താവ്. ഏറ്റെടുക്കണം കർത്താവ്, കരുണ അറിയാൻ കർത്താവ്. തകർന്നു പോകുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കാൻ കർത്താവ്. ആരോഗ്യമില്ലാത്ത മക്കളോട് കരുണ കാണിക്കാൻ കർത്താവ്. മനസ്സിലുള്ള ജീവിതങ്ങൾ കരുണ കാണിക്കാൻ കർത്താവ്. ഒറ്റപ്പെട്ടവരോട് കരുണ കാണിക്കാൻ കർത്താവ്. വാശി, വൈരാഗ്യം, പ്രതികാര ചിന്തിക്കുന്ന മക്കളൊക്കെ ഏറ്റെടുത്താൽ ഈശോയെ ഈ കൃപാഭിഷേക ശുശ്രൂഷയുടെ തകർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മകനെ മകൾ വേഗത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കർത്താവ്. ഈശോയെ ഈ ആലയത്തെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും മകനോ മകളോ ഏതെങ്കിലും വഴികൾ കടന്നു വരുന്നെങ്കിൽ ആ മകനെ, ആ മകളെ, കുടുംബത്തെ
പൈശാചിക ബന്ധനമുള്ള ഏതെങ്കിലും മകളോ ഈ സ്ഥലത്തുണ്ടെങ്കിൽ അതായത് മകന്റെ മേലെ അങ്ങനെ പരിശുദ്ധ ഭാഷയിൽ പ്രവർത്തിക്കുന്നു. മദ്യവുമായിട്ട്, സിഗരറ്റുമായിട്ട്, ലക്ഷ്യമായ കാര്യങ്ങളുമായിട്ട് ഏതെങ്കിലും മകനോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ മകന്റെ മേലെ, ആ മകളുടെ മേലെ അങ്ങയുടെ കരുണയും കൃപയും വർഷിക്കും കർത്താവേ. കർത്താവേ, ഇടപെടണം കർത്താവേ. സാധാരണ ബഹിഷ്കരിയും കർത്താവേ. ഇനി ആലയത്തിൽ മുഴുവൻ മക്കളായിട്ടുണ്ട്. ഇനി ധ്യാൻ കൂടാൻ വന്നിരിക്കുന്ന മുഴുവൻ വൈദികർ, എല്ലാ വൈദികരെയും ഏറ്റെടുക്കണമേ. എല്ലാ സന്യാസിനികളും ഏറ്റെടുക്കണം കർത്താവേ. സെമിനാരിക്കാരെ ഏറ്റെടുക്കണം കർത്താവേ. എല്ലാവരും ഏറ്റെടുക്കണം കർത്താവേ. കുടുംബങ്ങളെ ഏറ്റെടുക്കണം കർത്താവേ. കുടുംബജീവൻ നയിക്കുന്ന മക്കളെ ഏറ്റെടുക്കണം കർത്താവേ. എല്ലാ മേഖലപ്പെട്ട മക്കള് കർത്താവേ നിന്റെ കൈകളിൽ തിരെ കർത്താവേ. കർത്താവേ അങ്ങയുടെ കരുണ ഉണ്ടാവണമേ. കർത്താവ് കരുണ ഉണ്ടാവണമേ. കാഞ്ഞിരപ്പുള്ള രൂപയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഏറ്റെടുക്കണം. ഇവിടുത്തെ പിതാവിന്റെ കൂടുതൽ എല്ലാ വൈദികരെ കർത്താവേ ഏറ്റെടുക്കണമേ. രൂപതപ്പെട്ട മുഴുവൻ വൈദികര്, മുഴുവൻ സന്യസ്തര്, മുഴുവൻ ദൈവജനം, എല്ലാ കോൺഗ്രിഗേഷനുകളെ കർത്താവെ ഏറ്റെടുക്കണം കർത്താവേ. രൂപതയുടെ മുഴുവൻ ഇടവുകളെ ഏറ്റെടുക്കണമേ. ദൈവജനത്തെ മുന്നിനോട് ഏറ്റെടുക്കണമേ. ദേശം മുഴുവനെ ഏറ്റെടുക്കണം കർത്താവേ. കരുണയായി കർത്താവേ. അങ്ങേ അറിയാതെ അങ്ങേ സ്നേഹിക്കാതെ കഴിയുന്ന മുഴുവൻ മക്കളും കരുണ കാണിക്കാൻ കർത്താവേ. ദുഃഖിതരെ മക്കൾ ഏറ്റെടുക്കണം കർത്താവേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു. പഠന മേഖല തീരുമാനമെടുക്കാൻ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവേ. എല്ലാം ഏറ്റെടുക്കണം കർത്താവേ. ഏറ്റെടുക്കണമേ. പാപത്തിന്റെ പിശാചിന്റെ അടിമകളായിട്ട് കഴിയുന്ന അനേകം വ്യക്തികൾ, കുടുംബങ്ങളെ ഏറ്റെടുക്കണം കർത്താവേ. ബന്ധം അടിക്കണം കർത്താവേ. കണ്ണ കാണിക്കാൻ കർത്താവേ. മനസ്സുടിഞ്ഞ പോലെ ജീവിതം ഏറ്റെടുക്കണമേ. ഇന്ന ദിവസം നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മുഴുവൻ മക്കളെ നീ തുടർന്ന് കർത്താവേ. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മുഴുവൻ വ്യക്തികളും കുടുംബങ്ങളെ കർത്താവേ തുടർന്ന് കർത്താവേ. ഏറ്റെടുക്കണം കർത്താവേ. വലിയ പൈശാചികമെന്ന് കഴിയുന്ന വ്യക്തികൾ ഏറ്റെടുക്കണ്ടാവേ. അന്ധവിശ്വാസികൾ വഴികൊണ്ട് പോകുന്ന മക്കള്, പൈശാചിക ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കള്, പൈശാചികളെ പൂജിക്കുന്ന മക്കള്, അങ്ങനെയുള്ള മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണം കർത്താവേ. വിടുതൽ കൊടുക്കണം കർത്താവേ. അവർ തകർക്കുന്ന അപകടങ്ങള്, അനർത്ഥങ്ങള്, ദുരിതങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങൾ അപകടങ്ങള്, അനർത്ഥങ്ങള്, രോഗങ്ങള്, പീഡനങ്ങള് നല്ല ഏറ്റെടുക്കണം കർത്താവേ. അങ്ങനെ കൈകൾ ഏൽപ്പിച്ചിരുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുണ്ട്, അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേക ഒരു കാര്യങ്ങൾ തിരഞ്ഞെടുക്കാവേ. നൂറുകണക്കിന് മക്കൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പ്രത്യേകം തുടരാൻ കർത്താവേ. ആ കുടുംബങ്ങളെ കർത്താവെ തുടരാൻ കർത്താവേ. കാനഡയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ, നൂറുകണക്കിന് മക്കൾ അവരെ തുടരാൻ കർത്താവേ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കൾ അവരെ തുടരാൻ കർത്താവേ. പ്രത്യേകിച്ച് ഏറ്റെടുക്കണം കർത്താവേ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങള് കർത്താവെ. ആ കുടുംബങ്ങളെ ആവശ്യങ്ങളെ കർത്താവിനെ ഏറ്റെടുക്കണം കർത്താവേ. ലോകത്ത് നാനാഭാഗങ്ങളുണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരും, സത്യസ്ഥരും മുഴുവൻ ഏറ്റെടുക്കണം കർത്താവേ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവിനെ ഏറ്റെടുക്കണമേ. ഇങ്ങനെയുള്ള ആയിരം ദേശങ്ങളിൽ നിന്ന് കർത്താവിനെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കള്, കുടുംബങ്ങള്, ജീവിതങ്ങളെ കർത്താവിനെ വിശുദ്ധീകരിച്ച് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കർത്താവേ. ജർമ്മനി ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നൂറുകണക്കിന് മക്കള് ഏറ്റെടുക്കണമേ. ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണം കർത്താവേ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അധികാരികളെ എല്ലാം ഏറ്റെടുക്കണമേ. എല്ലാ മേഖലപ്പെട്ട മക്കളെ ഏറ്റെടുക്കണമേ. എല്ലാ നിന്റെ കരുണ ഉണ്ടാവണം കർത്താവേ. മരിച്ചടിയ ദാസനെ ഉയർപ്പിച്ച് യേശുവേ അങ്ങനെ ഇറങ്ങി കിട്ടി. ഇന്ന് അനേകം തീർന്നുപോയ ജീവിതങ്ങളെ അവ ഉയർപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനത്തിന്റെ ശക്തിയത്, വചനമായ അങ്ങനെ നാമത്തിന്റെ ശക്തിയത്, വേദന അഴിച്ചുവിടേണ്ട പ്രാർത്ഥന കർത്താവേ. പാവത്തിൽ അടിമപേരെ ചെയ്ത മക്കള്, ഒറ്റപ്പെട്ട മക്കള്, തകർന്നുപോയ മക്കള്, കുടുംബങ്ങളെ ഏറ്റെടുക്കണേ. രോഗികളെ ഏറ്റെടുക്കണം കർത്താവേ. ഭാവികളെ ഏറ്റെടുക്കണം കർത്താവേ. ആരോഗ്യമില്ലാത്തവരെ ഏറ്റെടുക്കണമേ. സഭാവിരുദ്ധരായ മക്കളെ ഏറ്റെടുക്കണം കർത്താവേ. സഭയെ പീഡിപ്പിക്കുന്ന മക്കളെ ഏറ്റെടുക്കണം കർത്താവേ. സുവിശേഷത്തെ പരിഹസിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ. സുവിശേഷത്തെ അവഗണിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ. ധ്യാന കേന്ദ്രങ്ങളെ ഏറ്റെടുക്കണമേ. കരുണയായിരിക്കണം കർത്താവേ. എല്ലാ ധ്യാന ഗുരുക്കന്മാരെ ഏറ്റെടുക്കണം കർത്താവേ. എന്റെ കരുണ ഉണ്ടാകണമേ. ഈശോയെ എന്നെ ഏറ്റെടുക്കണേ കർത്താവേ. എന്നെ ഏറ്റെടുക്കണമേ. എന്നെ ഏറ്റെടുക്കണമേ. ഈ ജനത്തിന് വേണ്ടി എന്നെ ഉപകരണമാക്കണേ. ഈ ജനത്തിന് വേണ്ടി ഉപകരണമാക്കണേ കർത്താവേ. കരുണയായിരിക്കണേ കർത്താവേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ ശക്തി ചൊരിയണേ. വലിയ ഭാവം കർത്താവ് ചൊരിയണമേ. ഹല്ലേലൂയ. പ്രഘോഷിക്കട്ടെ. എല്ലാം ബന്ധനഴിയട്ടെ. കർത്താവിന്റെ കരം നീട്ടണം. കർത്താവ് ഈ ശുശ്രൂഷ മുഴുവൻ സമയം അങ്ങയുടെ രണ്ട് കരങ്ങൾ ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും,
ഞങ്ങളുടെ ദേശം മുഴുവന്റെ മേലും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ ശുശ്രൂഷ മുഴുവൻ സമയം കർത്താവിന്റെ രണ്ട് കരകൾ നീട്ടിപ്പിടിക്കണേ. കർത്താവെ ആ കരകളോടുള്ള വലിയ ശക്തി, പ്രവാചകനോട് പറയുന്ന പ്രവാചകനുള്ള വലിയ ശക്തി, പ്രകാശലക്ഷ്മി കർത്താവയുടെ വലതുകരത്തോടുള്ള പ്രകാശലക്ഷ്മി ഈ ലോകം മുഴുവന്റെ മേലും വ്യാപിക്കട്ടെ. പ്രാർത്ഥിക്കണം, 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 പ്രാർത്ഥിക്കണം. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ 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 സൗഖ്യം തന്നെ കർത്താവേ. രണ്ട് കരം കെട്ടി ഈശോയെ ശക്തി വന്നിട്ട് എല്ലാ ഹൃദയങ്ങളെ കൊള്ളട്ടെ, എല്ലാ ഹൃദയങ്ങളെ കൊള്ളട്ടെ, എല്ലാ കുടുംബങ്ങളെ കൊള്ളട്ടെ. Eso es.